ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു മാക്സിമ എക്സ് വൈഡ് CNG വണ്ടിയാണ്. ബജാജിൻ്റെ വളരെ അടിപൊളിയായിട്ട് പണിയെടുത്തൊരു വണ്ടിയാണ്. നല്ല ലുക്കുണ്ട്. വണ്ടിയുടെ എല്ലാ ഭാഗവും ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ പണിയെടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ വർക്ക് എടുത്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈങ്ങാപ്പുഴയിലെ ഒരു വർക്ക്ഷോപ്പിലാണ്. താമരശ്ശേരി അടുത്ത് ഈങ്ങാപ്പുഴയിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് ഇതിൻ്റെ ബോഡി വർക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾസറി വർക്ക് എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഓട്ടോ വർക്ക് അപ്പോൾസറി വർക്ക് ഈങ്ങാപ്പുഴ അവിടെ നിന്ന് തന്നെയാണ് അപ്പോൾസറിയും കാര്യങ്ങളൊക്കെ വുഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൺഷൈഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു 2 ഇഞ്ച് കുത്തുകാല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സിമ്പിളായിട്ടൊരു പേരും കാര്യങ്ങളൊക്കെ എഴുതിയാണ്. കൂടുതൽ സ്റ്റീൽ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഉള്ള വർക്ക് നല്ല വൃത്തിയിൽ തന്നെ ചെയ്ത് നല്ല ക്വാളിറ്റി ആക്കി ചെയ്തിട്ടുണ്ട്. സെൻറ്റർ പോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നല്ല സ്റ്റീലിൻ്റെ വാട്ടർ ചാനൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ പണിഞ്ഞൊരു വണ്ടിയാണ്. കാരണം കുറേ സ്റ്റീൽ കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഉള്ളത് തന്നെ നല്ല വൃത്തിയിൽ ഒതുക്കത്തിൽ ചെയ്തൊരു വർക്കാണ്. നമ്മളെ റൈറ്റ് സൈഡ് ഡോറിൻ്റെ അവിടെ ഒരു 2 ഇഞ്ച് സ്ക്വയർ പൈപ്പ് L ഷേപ്പിൽ കൊടുത്താണ്. അതേപോലെ തന്നെ നല്ലൊരു സീനറിയും കാര്യങ്ങളും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലൈഡിങ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് നമ്മൾ 2 പ്ലേപ്പ് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, അതേപോലെ തന്നെ ഡിക്കി ടൈപ്പാണ് ഇത് കൊടുത്തത്. കർട്ടനും കാര്യങ്ങളും അല്ല. ഈ ഡിക്കി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് തകിട് ചെയ്തതല്ല കേട്ടോ. അൾട്ടോൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആകുന്ന സിംഗിൾ ഷോക്ക് അബ്സറാണ് അതിന് കൊടുത്ത്. അപ്പോൾ വലിയ ടമ്പറും കാര്യങ്ങളും ഇല്ലാതെ വളരെ സ്ലോലി അങ്ങ് കയറിപ്പോകും. പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മാറ്റി അതൊക്കെ ഗ്രില്ലിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് സിഗ്നലൊക്കെ അതിൽ തന്നെ ഫിക്സാക്കി ചെറിയ 2 പ്ലേറ്റ് കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ പാസഞ്ചർ സൈഡിൽ ഡോറിന് ലോക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സെന്നിൻ്റെ ആണ്. സെന്നിൻ്റെ ലോക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പാസഞ്ചർ സൈഡിലും സ്ലൈഡിങ് ഡോർ വെച്ചിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് അതിലൊരു കൂളിങ്ങും കാര്യവും അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്ക് നല്ല കണ്ടീഷൻ ക്ലീൻ വർക്കാണ്. അവിടെ നമ്മൾ സ്ക്വയർ പൈപ്പാണ് കുത്തനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ നിന്ന് തുറക്കാനും ആ കാറിൻ്റെ സെന്നിൻ്റെ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറഞ്ഞിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല റെക്സിനും കാര്യങ്ങളാണ് ഉപയോഗിച്ച്. ഒറ്റയടിക്ക് കണ്ടാൽ നമുക്ക് ലെതർ പോലെ തോന്നിക്കെങ്കിലും കൂടിയിട്ട് ലെതറിൻ്റെ അല്ല, പക്ഷെ ആ ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ്. ഇൻസൈഡൊക്കെ നല്ല മനോഹരമായിട്ട് അടിപൊളിയാക്കി ചെയ്തൊരു ഇൻസൈഡാണ്. ലൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഇൻസൈഡാണ് കേട്ടോ. രാത്രിയിൽ നല്ല ഭംഗിയുണ്ട് ഈ ഇൻസൈഡ് കാര്യങ്ങൾ. ഇന്ത്യയിലൊക്കെ കാണാൻ കംപ്ലീറ്റ് കളർഫുള്ള് ലൈറ്റിംഗ് സംവിധാനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അത് പാർട്ടായിട്ട് നമുക്ക് കത്തിക്കാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗം നമുക്ക് കത്തിക്കാം, കുറച്ച് ഭാഗം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതിനുള്ള 2-3 സ്വിച്ചിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് ഒരു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതും ലൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബർത്തിൻ്റെ ബാക്കിൽ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ നമ്മൾ നല്ലൊരു പാസഞ്ചർക്ക് പിടിക്കാനുള്ള ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ കണ്ണാടി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈവർക്ക് ഹാൻഡിലിൻ്റെ മുകളിൽ തൊട്ട് മുന്നിൽ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. ഒരു ബർത്ത് നമ്മൾ സാധാ ചെയ്യുമ്പോൾ ബർത്തും അതിലൊരു ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡൊക്കെ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗ്ലാസ് ഫ്രെയിമിൻ്റെ ഉള്ളിലൊരു ഈ ഭാഗത്ത് നമ്മളൊരു ചെറിയ ബർത്തും കാര്യങ്ങളും അതും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ബർത്താണ്. ശരിക്കും കൈയിട്ടുണ്ടെങ്കിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ബർത്താണ്. പിന്നെ ഹാൻഡിലിൻ്റെ മുന്നിലുള്ള ട്രേ നല്ല ഡിസൈനിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് അല്ല, കൈകൊണ്ട് തകിടുകൊണ്ട് അടിച്ചുണ്ടാക്കിയാണ്. അപ്പോൾ ഹാൻഡിൽ ഓടിക്കുന്നതിന് കാര്യത്തിന് ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ഡോറ് ലോക്ക് വളരെ സിമ്പിളായിട്ട് തുറന്ന് അകത്ത് കയറാൻ കഴിയും. ആർക്കും തപ്പിക്കളിക്കേണ്ട ഒരു ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. നല്ല 3 ഹെഡ് റെസ്റ്റോട് കൂടിയിട്ടുള്ള സീറ്റ് ആണ് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ആരും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു ഇന്ത്യയിലാണ് ചെയ്തിരിക്കുന്നത്. കുറേ വണ്ടിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്.
അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാഴ്ചയിൽ എല്ലാം ഒരേപോലെ തോന്നിക്കെങ്കിലും ചെറിയ ചെറിയ ഡിഫറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും രാത്രിയിൽ നമ്മളൊരു ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ ഒരു വ്യൂ ഉള്ളത് കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളും കാര്യങ്ങളാണ്. എല്ലാ ഭാഗത്തും പല പല ഡിസൈനും കാര്യങ്ങളിലും ഓരോ സെറ്റപ്പിലാണ് ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതേപോലത്തെ വീഡിയോ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.